UAE-ക്കെതിരെ ഇസ്രായേലിന്റെ തീക്കനലുകൾ UAE നരകമാകുമോ? ഇസ്രായേൽ പൗരനെ UAE-യിൽ ഇസ്ലാം ഭീകരർ കൊലപ്പെടുത്തി. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമാനമായ കാരണങ്ങൾ UAE-യിൽ ഉണ്ടായപ്പോൾ പേടിച്ചു വിറച്ച ജൂതപ്പടയെ സമാശ്വസിപ്പിച്ച UAE. വൻ ബ്രേക്കിംഗ് ന്യൂസ്. ഇസ്രായേൽ പൗരനെ UAE-യിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ പൗരനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിട്ടുള്ള ഇസ്രായേലിൻ്റെ പ്രതികരണം UAE-ക്കും അറബ് ലോകത്തിനുമെതിരെ ഇപ്പോൾ വരികയാണ്. നമുക്കറിയാം, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ എതിരായിട്ടുള്ളതല്ലാത്ത ഒരു നിലപാടായിരുന്നു UAE-യും സൗദി അടക്കമുള്ള രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ നയം മാറ്റിയിരിക്കുന്നു, നിലപാട് മാറിയിരിക്കുന്നു, അതിൻ്റെ തന്ത്രങ്ങൾ മാറുകയാണ്. ഇസ്രായേലി പൗരനെ UAE-യിൽ വധിച്ചിരിക്കുന്നു. UAE-യിലെ തീവ്രവാദികൾ ആണ് ഇതിൻ്റെ പിന്നിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ കടുത്ത നിലപാട് അറബ് രാജ്യങ്ങൾക്കെതിരെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ത് എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം നടത്തുന്നത് ലെബനോനും സിറിയയും അതുപോലെ ഗാസയും ഇറാനും എതിരായിട്ടാണ്. ഇസ്രായേലിനെതിരെ ആരൊക്കെ ഭൂമിയിൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടോ അവരെയൊക്കെ അവരുടെ മാളങ്ങളിൽ ചെന്ന് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി അവർ ക്യാപിറ്റൽ സിറ്റി, തലസ്ഥാന നഗരങ്ങൾ ഉൾപ്പെടെ സർവനാശം വിതയ്ക്കുന്ന ഒരു നിലപാടാണ്. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ കയറി അടിച്ചു. അതുപോലെ ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ചുട്ട് ചാമ്പലാക്കി ഇസ്രായേൽ. ഗാസയെ നശിപ്പിച്ചു. ഇറാഖിന്റെ തലസ്ഥാനത്തെ ബാഗ്ദാദിൽ ആക്രമണം നടത്തി. സിറിയയുടെ തലസ്ഥാനത്തെ ആക്രമണം നടത്തി. തലസ്ഥാന നഗരങ്ങളൊക്കെ നശിപ്പിച്ചു. അതുകൊണ്ട് UAE ഇപ്പോൾ ഭയന്നിരിക്കുകയാണ്. UAE-യിൽ ഇസ്രായേൽ പൗരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. വെറും ഇസ്രായേലി പൗരനല്ല. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർണാണ്ടസിനെയും ഭാര്യയായിട്ടുള്ള ഗർവാലിയോ പ്രിൻസ് എന്നിവരെയും സെരാജിയോവിൽ വെച്ച് 1914 ജൂൺ 28 വെടിവെച്ച് കൊന്നതായിരുന്നു. ഓസ്ട്രിയയിൽ നിന്നും ബോസ്നിയയുടെ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച യങ് ബോസ്നിയയുടെ സ്വാതന്ത്ര്യം ഉദ്ദേശിച്ച് നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെയായിരുന്നു ഇവർ കൊലപ്പെട്ടത്. ആർച്ച് ഡ്യൂക്ക് ഫെർണാണ്ടസിന്റെ കൊലപാതകത്തിൽ സെർബിയയ്ക്കും പങ്കുണ്ട് എന്നാരോപിച്ച് 1914 ജൂലൈ 28 ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് ഈ സെർബിയയ്ക്കും ഓസ്ട്രിയയ്ക്കും പക്ഷത്ത് ലോകരാജ്യങ്ങൾ രണ്ടായിട്ട് നിന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു. വെറും രണ്ട് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു കാരണത്തിലായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയതും പൊട്ടിപ്പുറപ്പെട്ടതും. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്ര പേർ മരിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? 90 ലക്ഷം പട്ടാളക്കാരാണ് മരിച്ചത്. അതുപോലെ 60 ലക്ഷം സിവിലിയന്മാർ. മൊത്തം ഏകദേശം 2 കോടിയോളം ജനങ്ങൾ ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ മരണത്തിലേക്ക് പോയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണം. സമാനമായിട്ടുള്ള കാരണമാണ് ഇപ്പോൾ UAE-യിൽ ഇസ്രായേലി പൗരനെ വധിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഏതാനും ആഴ്ചകളായിട്ട് കാണുന്നില്ല. കാണാതെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഖോഗന്റെ മൃതദേഹം കണ്ടെത്തിയത് UAE-യിലാണ്. അതുകൊണ്ട് തന്നെ സൗദിയും UAE-യും ഒക്കെ ഇപ്പോൾ ഇസ്രായേലിന്റെ അതൃപ്തിയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ അതൃപ്തിയിൽ നിന്ന് പുകയാണ്. അമേരിക്കൻ പൗരനെയാണ്, അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇരട്ട പൗരത്വമുള്ള ഖോഗനെയാണ് UAE-യിൽ ഇസ്ലാമിക ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി വധിച്ചിരിക്കുന്നത്. UAE-യിലെ ഇസ്രായേലി പൗരൻ ഖോഗന്റെ മരണവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാരണമുണ്ട്. ഇയാൾ ഇസ്രായേലിലെ മോൾഡോവൻ വിഭാഗത്തിൽപ്പെട്ടതാണ്. മോൾഡോവൻ വിഭാഗം തീവ്ര ജൂത വിഭാഗമാണ്. ജൂതരുടെ തീവ്രമായിട്ടുള്ള വികാരങ്ങൾ, അതായത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ തീവ്രമായിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് സംഘപരിവാറാണ്, RSS ആണ്. അതുപോലെ തന്നെയാണ് ഇസ്രായേലിൽ മോൾഡോവൻ എന്നുള്ള വിഭാഗവും. തീവ്രമായിട്ടുള്ള ജൂതരുടെ വികാരങ്ങൾ, അത് വളരെ തീവ്രമായിട്ടുള്ള അടിയുറച്ച നിലപാട്, ജൂത സമൂഹത്തിൻ്റെ അടിയുറച്ച പ്രത്യയശാസ്ത്രം, അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാരണങ്ങൾ, ഇതിനകത്തൊക്കെ മോൾഡോൺ വിഭാഗം ഉറച്ചു നിൽക്കുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു UAE-യിൽ
ഇസ്ലാമിക തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി വധിക്കപ്പെട്ട കോഗൻ, ഈ കോഗന് ഇന്ത്യയുമായി ബന്ധമുണ്ട്. ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിക തീവ്രവാദികൾ വധിച്ച കോഗന് ഇന്ത്യയുമായി വലിയ ഒരു ബന്ധം ഉള്ളത് ഇപ്രകാരമാണ്. അതായത് മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവിനെ ഇസ്ലാമിക ഭീകരന്മാർ ലക്ഷ്യം വെച്ച് മുംബൈ ഭീകരാക്രമണത്തിൽ വധിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണം ഉണ്ടായത് 2008-ലാണ്. ഈ 2008-ലെ ആക്രമണത്തിൽ ഭീകരന്മാർ ഏറ്റവും അധികം ഉപദ്രവിച്ചത് ഇപ്പോൾ വധിക്കപ്പെട്ട കോഗന്റെ ഭാര്യാപിതാവിനെയായിരുന്നു. ഈ ഭാര്യാപിതാവിന്, അതായത് കോഗന്റെ അമ്മായിയപ്പന് ഇസ്രായേൽ ബന്ധവും ജൂത ബന്ധവും ഉണ്ട് എന്ന് തീവ്രവാദികൾ അന്നത്തെ താജ് ഹോട്ടലിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ഉറപ്പുവരുത്തി. ഇയാൾക്ക് ഇസ്രായേൽ ബന്ധവും ജൂതബന്ധവും അമേരിക്കൻ ബന്ധവും എല്ലാം കൂടെ ഉറപ്പുവരുത്തിയപ്പോൾ അന്നത്തെ മുംബൈ ഭീകരാക്രമണം നടത്തിയ, ഇന്ത്യക്കെതിരെ തീവ്രവാദം നടത്തിയ അന്നത്തെ ഭീകരവാദികൾ, പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകര സംഘം വളരെ ക്രൂരമായിട്ട് അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും, അവരുടെ ശത്രുവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇദ്ദേഹത്തിൽ പൂർത്തീകരിക്കുകയായിരുന്നു. കാരണം ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധം, അമേരിക്കക്കെതിരായിട്ടുള്ള യുദ്ധം, ജൂതർക്കെതിരായിട്ടുള്ള യുദ്ധം എല്ലാം കൂടി കോഗന്റെ അമ്മായിപ്പന്റെ മുകളിൽ, അതായത് താജ് ഹോട്ടലിൽ ഏറ്റവും കൂടുതൽ അന്ന് തീവ്രവാദികൾ ഉപദ്രവിച്ചത് കോഗന്റെ അമ്മായിപ്പനായിരുന്നു. ഇത്തരത്തിൽ ഭാര്യയോടൊപ്പം തന്നെ അന്ന് കൊല ചെയ്യപ്പെട്ട ആളാണ്. അതായത് കോഗന്റെ അമ്മായിപ്പനെയും അമ്മായിയമ്മയെയും അന്ന് താജ് ഹോട്ടലിൽ വെച്ച് വളരെ ക്രൂരമായിട്ട് ഇന്ത്യയിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ കോഗനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. UAE-യിൽ വെച്ച് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അത് കോഗന്റെ മരണത്തിന് ആരാണ് ഉത്തരവാദി എന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കുവാൻ അമേരിക്കയുടെ ഇപ്പോൾ പെന്റഗണിൽ നിന്നും ഇസ്രായേലിന് അനുമതി കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇസ്രായേൽ പറയുന്നത്, ഞങ്ങളുടെ പൗരനെ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് വിധേയമാക്കിയ UAE-യിലെ ശത്രുക്കൾ, UAE-യിലെ തീവ്രവാദികൾ ശിക്ഷ അനുഭവിക്കും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം തന്നെ നടപ്പാക്കുന്നു. എന്താണെങ്കിലും മുമ്പ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ ഇത്തരം ഭീകരവാദികളൊക്കെ ഒരമ്മയ്ക്ക് പെറ്റ സന്തതികളാണ്. അതെല്ലാം ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കൊടക്കീഴിൽ ജനിച്ച സന്തതികളാണ്. അത് UAE ആണെങ്കിലും, സൗദി ആണെങ്കിലും, ഇറാൻ ആണെങ്കിലും, പാകിസ്ഥാൻ ആണെങ്കിലും, തുർക്കി ആണെങ്കിലും, ലിബിയ ആണെങ്കിലും, ലെബനോൻ ആണെങ്കിലും, ഗാസ ആണെങ്കിലും, പലസ്തീൻ ആണെങ്കിലും, ഇതെല്ലാം ഈ തീവ്രവാദികളൊക്കെ ഒരമ്മയ്ക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് ജനിച്ച ആശയത്തിന്റെ സന്തതികളാണ്. അതുകൊണ്ട് തന്നെ പകരം ചോദിക്കും എന്നുള്ള നിലപാട് തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനം സ്ഥാപിക്കുവാൻ, ഇത്തരത്തിലുള്ള ഭീകരവാദം ഒഴിവാക്കുവാൻ, ഈ കൊലപാതകത്തിന് മറുപടി കൊടുക്കും എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുമ്പോൾ, അത് ഗൾഫിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് യുദ്ധവിദഗ്ധർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഓർത്തഡോക്സ് ജൂതനായിട്ടുള്ള കോഗന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും അമേരിക്കയും സ്വീകരിച്ച ശക്തമായിട്ടുള്ള നിലപാടിൽ ഇപ്പോൾ സൗദി അറേബ്യയും UAE-യും ഭയന്ന് വിറങ്ങലിച്ചിരിക്കുകയാണ്. കാരണം ചദ്ദാബ് റബി കോഗന്റെ കൊലപ്പെടുത്തിയ 3 പ്രതികളെ ഇപ്പോൾ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൊലപാതകത്തിൽ ഇറാന് പങ്കുണ്ട് എന്നുള്ള ആരോപണം ഇറാൻ തള്ളിയിരിക്കുകയാണ്. കാരണം തങ്ങളുടെ ഒരു പൗരനെ വിദേശ രാജ്യത്ത് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ശത്രു ആരാണെങ്കിലും, അത് ഇറാൻ ആണെങ്കിലും, UAE ആണെങ്കിലും, സൗദി ആണെങ്കിലും, തിരിച്ചടിക്കുവാനുള്ള ശക്തി ഇസ്രായേലിന് ഉണ്ട് എന്ന് മിഡിൽ ഈസ്റ്റിന് അറിയാം. കൃത്യമായിട്ടും സൗദിക്കും UAE-ക്കും അറിയാം. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ ഒരു ആക്രമണത്തിന് UAE വിധേയമാവുകയാണെങ്കിൽ UAE പടുത്തുയർത്തിയ സ്വപ്ന കൂടാരം പോലുള്ള ആകാശമുട്ടയുള്ള ഗോപുരങ്ങളടക്കം താഴേക്ക് പതിച്ചു വീഴും എന്ന് UAE-ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു.
UAE ആഭ്യന്തര മന്ത്രാലയം തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംശയമുള്ളവരെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പങ്കെടുത്തവരെയോ ഏതെങ്കിലും തരത്തിൽ അറിയാവുന്നവർ വിവരങ്ങൾ കൊടുത്താൽ മില്യൺ കണക്കിന് അമേരിക്കൻ ഡോളറുകൾ ഇപ്പോൾ UAE വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഗൾഫ് അറബ് രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് ജൂത സന്ദർശകർക്ക് എല്ലാ പറുദീസ പോലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കും എന്നാണ് ഇപ്പോൾ UAE പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ ഉപദ്രവിക്കരുതേ ഇസ്രായേലെ, ഞങ്ങൾ പാവങ്ങളാണ് എന്നാണ് UAE പറയുന്നത്. കാരണം ലെബനോനിൽ എന്ത് ചെയ്തു എന്നും സിറിയയിൽ എന്ത് ചെയ്തു എന്നും ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനെ കത്തിച്ച അനുഭവം പോലും ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ 28-കാരനായിട്ടുള്ള ഇസ്രായേൽ പൗരനെ കൊലപ്പെടുത്തിയതിന് പ്രതികളെ കൃത്യമായിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പോലീസിനെ അറിയിക്കണമെന്നും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്താണെങ്കിലും അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ തൃക്കണ്ണിൽ ഇസ്രായേലിന്റെ തൃക്കണ്ണിൽ വിറങ്ങലിച്ചിരിക്കുന്നു, ഇസ്രായേലിന്റെ വികാരത്തിൽ വിറങ്ങലിച്ചിരിക്കുന്നു. ഇസ്രായേലിന് പുറത്ത് ഏതെങ്കിലും ഒരു ജൂതനെ കൊലപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ചെന്ന് പ്രതികാരം വീട്ടും, അതിനുള്ള ശക്തിയുണ്ട് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നു. മുമ്പ് ഇറാനിലേക്ക് ഞങ്ങളുടെ കരങ്ങൾ എത്തിയത് മുതൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ശത്രുവിനെ അടിക്കുവാനുള്ള കരങ്ങൾക്ക് ഞങ്ങളുടെ കൈകൾക്ക് നീട്ടമുണ്ട്, ഞങ്ങളുടെ കരങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വരെ എത്തുവാനുള്ള നീട്ടമുണ്ട് എന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UAE-യിലെ ഞങ്ങളുടെ പൗരന്റെ കോഗന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണം ഞങ്ങൾ നടത്തും. ഞങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ തിരിച്ചടിക്ക് തന്നെ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന്, പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.